വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ഇതെന്ന് പറയുമ്പം നമ്മുടെ കുട്ടികൾക്കായിരുന്നാലും പാരൻസിനായിരുന്നാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാൻഡ്വിച്ചാണിത്. എല്ലാവരും വീഡിയോ കാണുക. സാൻഡ്വിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും ഒരു സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് ഇത് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ സാൻഡ്വിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഹാഫ് ക്യാബേജ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അരിഞ്ഞെടുത്തതാണ്. അപ്പം ഇച്ചിരി നല്ല നൈസായിട്ട് തന്നെ ഞാൻ ഹാഫ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് 3 ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ ഒരു ക്യാപ്സിക്കം, ചെറിയൊരു ക്യാപ്സിക്കമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം അരമണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ നല്ലോണം സെറ്റായി കിട്ടും. ഇത് 10 മിനിറ്റോളം ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മതിയാകും. കാരണം നമ്മളിത് ചെറുതായിട്ടാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇതിൻ്റെ ക്യാരറ്റിൻ്റെയും ക്യാബേജിൻ്റെയൊക്കെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഇതിന് ടൈം വെച്ചിരിക്കാം. അപ്പം അതുപോലെ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ വേവിച്ച് പൊടിയാക്കിയെടുത്ത മീനാണ് ഇവിടെ ഇടുന്നത്. അപ്പം മീനോ ചിക്കനോ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇവിടെ മീനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 അയലയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇത് ഞാൻ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ 2 സ്പൂണോളം മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മയണൈസ് ഞാൻ ചെയ്ത നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് തന്നെ, ഈ ചാനലിൽ തന്നെ. അപ്പം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മയണൈസ് എടുക്കുമ്പം നമ്മൾ ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മൾ ചപ്പാത്തിയിലാണ് വെക്കുന്നത്. അപ്പം ഷവർമ പോലെയല്ല, ചപ്പാത്തിയിൽ വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ഇളവിപ്പോവും. അപ്പം ഇത് ഈ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടണം അവർക്ക്. കണ്ട, ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. ഏതൊരു പ്ലേറ്റ് ആയിരുന്നാലും മതി. ഈ ബോർഡിലോട്ട് ഏതെങ്കിലും ടിഷ്യൂ പേപ്പർ പോലത്തെ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെക്കുക. ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാനാണ്. മണ്ടയിലോട്ട് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇടും. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു മയണൈസ് 1 സ്പൂണ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുവാണ്. അതുപോലെ ഇതിൻ്റെ അകത്തോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ 2 നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മിക്സ് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. കുറച്ച് മതിയാകും. ഇനി ഇതൊരു സൈഡിൽ നിന്ന് നമ്മൾ റോൾ ചെയ്ത് എടുക്കാം. കണ്ട, എന്നിട്ട് ഈ ഒരു ഇതിലോട്ട് ഇതൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കുക. നമ്മുടെ റോൾ ഇവിടെ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ഫ്ലഷി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ സംഭവം ഇതുപോലെ നമുക്കൊരു 8 ചപ്പാത്തിയോളം നമുക്കിത് എടുക്കാൻ പറ്റും, സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയിലോട്ട്. അപ്പം ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കുവാണ്. നമ്മുടെ ഹെൽത്തി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്.